അപ്പോൾ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ കഴകം നിയമനം നടത്തിയത്. അപ്പം അതിൻ്റെ സ്പെഷ്യൽ റൂൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 10 മാസക്കാലമാണ് ഈ കഴകത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം. മകരവും അതുപോലെ ഇടവ മാസം, ഈ 2 മാസം ഈ കഴകത്തിന് മറ്റ് ജോലികൾ കൊടുക്കണമെന്ന സ്പെഷ്യൽ റൂൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യൽ റൂൾ ഉള്ള സമയത്ത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്ത്രിമാർക്കോ മറ്റാർക്കോ അധികാരമില്ലാത്തതാണ്. നിലവിലുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് 10 മാസക്കാലം ഈ കഴകമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഇത് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സമീപനം എവിടെ നടന്നാലും അത് തെറ്റായ കാര്യമാണ് എന്നുള്ള ഒരു സമീപനം നമ്മുടെ പൊതുസമൂഹവും അതുപോലെ മാധ്യമങ്ങളുമൊക്കെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും. മനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം സംഭവവാസങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് കുടൽമാണിക്യം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടൽമാണിക്യം ദേവസ്വത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അവിടെ കാരായ്മക്കാരുണ്ട്. കാരായ്മക്കാർക്ക് അവിടെ സ്ഥിരമായിട്ട് ജോലിയുള്ളതാണ്. കഴകത്തിൻ്റെ ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു 10 മാസക്കാലത്തേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 മാസക്കാലം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മകരമാസത്തിലും ഇടവ മാസത്തിലും മറ്റ് ഓഫീസ് ജോലികൾ ചെയ്യാൻ ആ സ്പെഷ്യൽ റൂൾ തന്നെ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് അവിടെ നിയമനം നടത്തിയതും അതനുസരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും വേണം. അത് നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല. ഈ CPM സമ്മേളനത്തിൽ അതിങ്ങനെ പലതും ഇനിയും ഉണ്ടാവും. അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാതെ എനിക്ക് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ അത് പറയേണ്ട വേദികളിൽ പറയുക എന്നുള്ളതാണ്. പാർട്ടി ഫോറത്തിൽ നമുക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പറയുകയാണ്. അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ പറയുകയല്ല വേണ്ടത്. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അത്തരം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതാത് ഘടകത്തിൽ അവർക്ക് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ചർച്ച ചെയ്യുകയും ചെയ്യും. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ 2 ബില്ലുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണെന്നുള്ള അജണ്ട പോലും കൃത്യമായിട്ട് നേരത്തെ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ അസംബ്ലിയിലേക്ക് 15 ദിവസം മുമ്പ് തന്നെ നമ്മുടെ അജണ്ടകളെക്കുറിച്ചുള്ള ധാരണയുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇന്നലെ തലേ ദിവസം രാത്രിയാണ് അജണ്ട പോലും നിശ്ചയിച്ച് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അജണ്ടകൾ മുൻകൂട്ടി കൊടുക്കാതിരിക്കുന്ന സമീപനം എന്നാണ് തോന്നുന്നത്. മനസ്സിലായ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ UDFിൻ്റെ MPമാർ ആശാ വർക്കേഴ്സ് അടിയന്തരപ്രമേയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യ ബ്ലോക്ക് ഒന്നായിട്ട് പോകണം. അപ്പം കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു നടപടിയാണോ? അല്ല, കേന്ദ്ര ഗവൺമെൻറ് ആശാ വർക്കേഴ്സിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് നല്ലപോലെ സഹായിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതവും കൂടി സംസ്ഥാന ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ് തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വീതം കിട്ടുക, അതിന് യോജിച്ച് നിൽക്കുക. മുരളീധരൻ പറഞ്ഞത് നൽകേണ്ടതിലും തുക നൽകി, അധിക തുകയും നൽകി എന്നായിരുന്നു. കഴിഞ്ഞ തവണ ഇവിടെ ഡൽഹിയിൽ നടത്തിയൊരു അത് സംബന്ധിച്ച് എന്നും അതിൻ്റെ കണക്ക് പിന്നെ നമ്മുടെ സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മുരളീധരൻ പറഞ്ഞതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യം തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാം.